എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണ മൈൻഡ് പാത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സെൽഫ് ലവ് എന്നൊരു വിഷയത്തിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ഓട്ടത്തിലാണ് അല്ലെ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെതായ തിരക്കുകളിലുമാണ്. എന്നാൽ പലപ്പോഴായും നമ്മൾ പല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറന്നു പോകാറുണ്ട്. നമ്മളിൽ പലരും നമുക്ക് വേണ്ടി അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കിടന്ന് ഓടുകയാണ്. അത് ചെയ്തു കൊടുക്കണം, മക്കളായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ഭർത്താവിന് വേണ്ടി ഇന്ന ചെയ്തു കൊടുക്കണം, മക്കൾക്ക് വേണ്ടി ഇന്ന ചെയ്തു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരു തീവ്രമായ ഓട്ടപ്പാച്ചിലിനിടയിലാണ്. ഈ സമയങ്ങളിലെല്ലാം നമ്മൾ നമ്മൾക്ക് വേണ്ടി ഒരിക്കലും സമയം കണ്ടെത്താറില്ല. അപ്പോൾ ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇന്ന് പല ആളുകളും കേട്ടിട്ടുണ്ടാവും സെൽഫ് ലവ് എന്താണെന്ന്. ചിലരെങ്കിലും അതിനെ വ്യാഖ്യാനിക്കുന്നത് ഈ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സ്വാർത്ഥതയല്ലേ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്, അങ്ങനെ ആവുമ്പോഴല്ലേ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്നത് എന്ന്. അത് ശരിയാണ്. നമ്മൾ മറ്റുള്ളവരെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം, അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും വേണം. ആ സമയത്തും നമ്മൾ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നീട് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാവേ. നമ്മളൊരു ചെടീനെ പോലെയാണ്. നമ്മളൊരു ചെടി വളർത്തുന്ന സമയത്ത് നമ്മൾ അതിന് വളവും വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുക്കും. അതിനതൊന്നും ലഭിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിന് വളരാൻ വേണ്ടി കഴിയില്ല. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ കാര്യം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് കിട്ടേണ്ട വളവും വെള്ളവും കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ആ ചെടി പാടുന്നത് പോലെ നമ്മളും പാടിപ്പോവും. ഇങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കേണ്ട ജലവും വളവും ഒന്നും കൊടുത്തില്ല എങ്കിൽ നമുക്ക് പിന്നീട് എന്താ സംഭവിക്കാന്നറിയോ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണം, സ്നേഹമില്ലായ്മ, ആരോഗ്യമില്ലായ്മ, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. പിന്നീട് നമുക്ക് മറ്റുള്ളവരെയും കൂടെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. വേറൊരു കഥ പറയാം. വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളോട് ആദ്യം പറയുന്നത്, നിങ്ങൾ ഓക്സിജൻ മാസ്ക് നിങ്ങൾ ആദ്യം ഉപയോഗിക്കുക, അതിനുശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നാണ്. അതായത് നമുക്ക് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും കൂടെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും അതുപോലെയുള്ള പോഷകങ്ങളും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇനി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ മെത്തേഡ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 5 കാര്യങ്ങൾ പറഞ്ഞു തരാവേ. അതിന് ശേഷം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല മാറ്റം വരും. 100% ഉറപ്പാണ്. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ നിങ്ങളോട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കുക. നല്ല സ്നേഹത്തിന്റെ ഭാഷയിൽ. നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അല്ലെ അവരെന്നെ കുറ്റപ്പെടുത്തുന്നു, ഞാൻ അത്ര മോശക്കാരി ആയതുകൊണ്ടാണോ, ഇങ്ങനത്തെയൊക്കെ ചിന്തകൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ഡെയിലി നമുക്ക് നമ്മളോട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കാം. ഞാൻ നന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നല്ലതാണ് എന്ന് നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാം. അതാണ് സെൽഫ് ടോക്ക് എന്ന് പറയും. നല്ല രീതിയിലുള്ള സംഭാഷണം നമ്മളോട് തന്നെ നമ്മൾ നടത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത്. കഴിഞ്ഞു പോയ കാലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ തന്നെ നമ്മളതിനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് വീണ്ടും വിഷമങ്ങൾ ഉണ്ടാകുകയേ ചെയ്യുള്ളൂ. അതിന് പകരം അത് നമ്മൾ ക്ഷമിക്കുക. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. അതങ്ങനെ സംഭവിച്ചു പോയി, ഇനി അതിൽ ഞാൻ ഖേദിച്ചിട്ട് കാര്യമില്ല, ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പല ആവർത്തി പറയാം. പ്ലീസ് ഫോർഗീവ് മീ, ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു. ഇങ്ങനെയുള്ള വാചകങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. പലപ്പോഴും പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇന്നലകളോടാണ്.
ഞാൻ ഇന്നലത്തേക്കാളും ഇന്ന് എത്ര ബെറ്റർ ആയി എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ള ആളുകളുമായിട്ടല്ല താരതമ്യം ചെയ്യേണ്ടത്. മറ്റുള്ളവരും നമ്മളും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ജീവിത രീതികളും സാഹചര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. സോ നമ്മൾ നമ്മളോട് മാത്രമാണ് കമ്പയർ ചെയ്യുക. നമ്മുടെ ഇന്നലകളിനേക്കാളും നമ്മൾ ഇന്ന് ബെറ്റർ ആയോ എന്ന് മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ നിർത്തുക. ഇനി അടുത്ത കാര്യമാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായ കെയർ നൽകുക എന്നത്. നമുക്ക് വ്യായാമം ചെയ്യാം, നമുക്ക് പാട്ട് കേൾക്കാം, മറ്റുള്ള എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി സമയം കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നല്ല കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യമാണ് നമ്മുടെ 5 നല്ല ഗുണങ്ങളെ ഓർക്കുക എന്നുള്ളത്. നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അല്ലെ. ചിലപ്പോൾ പക്ഷെ നമ്മുടെ ചുറ്റുവട്ടമുള്ളവരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തും. നീ കൊള്ളത്തില്ലാത്തവളാണ്, നിങ്ങള് നിങ്ങൾക്കൊന്നിനും കഴിവില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക. നിങ്ങൾക്കുള്ള 5 ഗുണങ്ങളെ ആദ്യമേ 5 ഗുണങ്ങൾ കണ്ടെത്തിയാൽ മതി. നിങ്ങളുടെ ആ നല്ല ഗുണങ്ങളെ നിങ്ങൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല, നിങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗുണങ്ങളെ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അംഗീകരിച്ചില്ല, നിങ്ങൾക്ക് വേണ്ടി മറ്റാരും അംഗീകരിക്കില്ല. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമേ ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ സംഭവിക്കും. സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു സെൽഫിഷ്നെസ് അല്ല. നമുക്ക് ആരോഗ്യവും നമുക്ക് സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമുക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പേഴ്സണൽ